വെൽക്കം ബാക്ക് ടു അനദർ വെറൈറ്റി വീഡിയോ ട്രിപ്പ് വിത്ത് ഷിനിൽ ഗൈസ്. അപ്പോൾ ഇത് നമ്മുടെ ജിബിയാണ്. ജിബി എന്താണ്, ഒരു വലിയൊരു യൂട്യൂബറാണ് കേട്ടോ. 1,00,000-ലധികം സബ്സ്ക്രൈബേഴ്സൊക്കെ ഉള്ള അടിപൊളി ചാനലൊക്കെ ഉള്ള ജിബിയാണ്. അല്ല ജിബി ഒന്നും ഉണ്ടല്ല. അപ്പൊ ഞാനും ജിബിയും കൂടി ഇന്ന് മൂന്നാർ പോയിക്കൊണ്ടിരിക്കണം. മൂന്നാർ പോണത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്വിമ്മിംഗ് പൂളിന്റെ പരിപാടിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു റിസോർട്ടിലേക്കാണ് പോണത്. അപ്പം നമ്മൾ ആനച്ചാൽ ചെന്നിട്ട് അവിടെ നിന്ന് അവരുടെ വണ്ടിയിൽ മുകളിലേക്ക് പോകുന്നതാണ് പറയണത്. എന്തൊരു ഓഫ് റോഡും പരിപാടിയൊക്കെയാണ് നമുക്ക് തോന്നണം, നമുക്ക് വ്യക്തമായിട്ട് അറിയില്ല. അപ്പോൾ എന്തായാലും നമുക്ക് ആനച്ചാൽ ചെന്നിട്ട് അവിടുത്തെ ടീമിനെ നമുക്കൊന്ന് വിളിക്കാം. നേച്ചർ സോൺ റിസോർട്ട് എന്നാണ് പറയുന്നത്. ആ നേച്ചർ സോൺ റിസോർട്ടിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. അപ്പോൾ നേച്ചർ സോൺ റിസോർട്ടിലെ ആൾക്കാരെ അവിടെ ചെന്നിട്ട് വിളിക്കാം. അപ്പോൾ ഞങ്ങൾ പിന്നെ വേറൊരു കാര്യം കൂടി പറയാം. നമ്മൾ ഈ സ്വിമ്മിംഗ് പൂള് നമ്മൾ പല സ്ഥലത്തും ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇത് നേച്ചർ സോൺ റിസോർട്ടിലാണ് ഇപ്പോൾ നമ്മുടെ ഈ ഒരു സ്വിമ്മിംഗ് പൂളിൻ്റെ പരിപാടിയായിട്ട് പോകുന്നത്. പിന്നെ കൂടാണ്ട് ഇപ്പം നമുക്ക് നമ്മുടെ നെടുമുടിയിൽ ബാക്ക് വാട്ടറിൻ്റെ തീരത്ത് നമ്മുടെ ഒരു റിസോർട്ടിൻ്റെ പരിപാടിയല്ല, ഒരു സ്വിമ്മിംഗ് പൂളിൻ്റെ പരിപാടി നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വാഗമണിൽ ഒരെണ്ണം നടക്കുന്നുണ്ട്, തൃശ്ശൂർ ഒരെണ്ണം നടക്കുന്നുണ്ട്, പിന്നെ മലപ്പുറത്ത് നടക്കുന്നുണ്ട്. അങ്ങനെ 3-4 സ്വിമ്മിംഗ് പൂളുകളുടെ പരിപാടി നല്ല വിജയകരമായിട്ട് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എവിടെയെങ്കിലുമൊക്കെ നിങ്ങൾക്ക് സ്വിമ്മിംഗ് പൂൾ ചെറിയ റേറ്റിലൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ വളരെ ചെറിയ റേറ്റിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന, വളരെ ചെറിയ കംഫർട്ടബിൾ സ്വിമ്മിംഗ് പൂളൊക്കെ ചെയ്യാൻ പറ്റുന്ന പരിപാടികളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എവിടെയെങ്കിലുമൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങളുടെ നമ്പർ താഴെ കൊടുക്കുന്നുണ്ട്, ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ വേറൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ലാൻഡ്സ്കേപ്പിംഗ് സൂപ്പറായിട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ ലാൻഡ്സ്കേപ്പിംഗ് ചെയ്യണത് ജിബിയാണ്. അപ്പോൾ ജിബിക്ക് അടിപൊളി ലാൻഡ്സ്കേപ്പിംഗ്, ഗാർഡൻ സെറ്റിങ്, അതുപോലെ തന്നെ നമ്മുടെ പ്ലേ ഏരിയ സെറ്റിങ്, അങ്ങനെയുള്ള എല്ലാ പരിപാടികളും നമുക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ തീർച്ചയായും ജിബിയുടെ യൂട്യൂബ് ചാനൽ ഞാൻ താഴെ കൊടുക്കാം. അപ്പോൾ അവൻ പ്ലാന്റുകളെ പറ്റിയൊക്കെ ഒരുപാട് ഇത് ചെയ്യാറുണ്ട്. ഒരുപാട് വീഡിയോസ് അവൻ പ്ലാന്റുകളെ പറ്റിയിട്ട് ചെയ്തിട്ടുണ്ട്. ചെടികളെ പറ്റി, വെറൈറ്റി പ്ലാന്റുകളെ പറ്റിയൊക്കെ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ആൾക്ക് ഓൺലൈനിൽ ഈ ചെടിയുടെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഉള്ള ആളാണ്. അപ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് ആളുടെ യൂട്യൂബ് ചാനലിൽ കയറി നോക്കിയാൽ കുറേ നല്ല പ്ലാന്റുകളെ കുറിച്ചിട്ടും നല്ല നഴ്സറികളെ കുറിച്ചിട്ടും അവിടുത്തെ റേറ്റുകളെ കുറിച്ചിട്ടൊക്കെ വളരെ വ്യക്തമായിട്ടുള്ള വീഡിയോസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ തീർച്ചയായും ജിബിയുടെ വീഡിയോയും കൂടി, ജിബിയുടെ യൂട്യൂബിൻ്റെ ലിങ്കും കൂടി ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ 2 കാര്യങ്ങളാണ് മെയിനായിട്ട് പറയാനുള്ളത്. ഒന്ന്, സ്വിമ്മിംഗ് പൂൾ എവിടെയെങ്കിലും ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും കോൺടാക്ട് ചെയ്യാം. നമുക്കൊരു 6 ലക്ഷം 7 ലക്ഷം മുതലൊക്കെ മുകളിലേക്ക് ചെറിയ റേറ്റിൽ ചെറിയ ഹോം സ്റ്റേകളിലൊക്കെ നല്ല വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള സ്വിമ്മിംഗ് പൂളുകൾ ചെയ്യാൻ പറ്റും. പിന്നെ ജിബിയുടെ യൂട്യൂബ് ലിങ്ക് എടുത്ത് നോക്കുക. അതെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ചെറിയ നല്ല നഴ്സറികൾ, പ്ലാന്റുകൾ, അതുപോലെ തന്നെ ലാൻഡ്സ്കേപ്പിംഗ് വർക്കുകൾ, ഇതൊക്കെ നല്ല രസകരമായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്ന് നമ്മൾ 2 കാര്യങ്ങൾ, ഒന്ന് സ്വിമ്മിംഗ് പൂളും ഒന്ന് ലാൻഡ്സ്കേപ്പും. അപ്പോൾ ഇത് രണ്ടും വരുന്നത് നമ്മളെ നേച്ചർ സോൺ റിസോർട്ട് മൂന്നാറിലേക്കാണ് നമ്മൾ പോകണം. അപ്പോൾ അതിനുള്ള കാഴ്ചകളാണ് നമ്മളിനി കാണാൻ പോകണം. ഓക്കെ, താങ്ക് യു. ഗൈസ്, അപ്പോഴേ നമ്മൾ ആനച്ചാലിൽ നിന്ന് നമ്മളിപ്പോൾ ഓൾഡ് മൂന്നാർക്ക് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമ്മുടെ ജിബിച്ചേട്ടൻ ഇങ്ങനെ വണ്ടി ഇങ്ങനെ ഓടിച്ച് തകർത്തുകൊണ്ടിരിക്കുകയാണ്. അല്ല ചേട്ടാ, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളിനി അവിടെ ചെന്നിട്ട് വേണം നമ്മുടെ ജീപ്പ് വരാനായിട്ട്. അപ്പോൾ അവർ ആദ്യം പറഞ്ഞു ആനച്ചാലിൽ വരാൻ പറഞ്ഞു. ആനച്ചാലിൽ വന്നിട്ട് അവിടെ നിന്ന് ജീപ്പിൽ പോകാമെന്ന് പറഞ്ഞു. ആനച്ചാലിൽ എത്തിയപ്പോൾ അവർ പറഞ്ഞു ഓൾഡ് മൂന്നാർ വരാൻ പറഞ്ഞു. അപ്പോൾ നമ്മളത് ഇങ്ങനെ ഓൾഡ് മൂന്നാർക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്.